അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് മക്കൾ പോയിട്ടും ഒരു പാവഭേദം ഒരു സങ്കടമില്ല നിൽക്കുന്ന ഒരു തള്ളെ കണ്ടില്ലയോ? സത്യം പറഞ്ഞ ഒരു മൂളിക്കരച്ചിന് പോലും അവൾ കരഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. പോയെങ്കിൽ പോട്ടെന്നുള്ള രീതിയായിപ്പോയി. നമ്മുടെ ബെല്ലയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ചോട്ടും വിട്ടും പോയാണൊക്കെ യാതൊരു കൂസലും ഇല്ല അവൾക്ക് 4 നേരം തിന്നാൻ കിട്ടിയാൽ മതി. സമയത്തിന് ആഹാരം കിട്ടിയാൽ അവൾ ഹാപ്പിയാണ്. മക്കൾ പോവോ വരുവോ എന്തേലും ചെയ്യട്ടെ എന്നുള്ള രീതിയാണ്. വയസ്സ് ചെല്ലുന്തോറും പിള്ളേരുടെ സ്വഭാവം ഒന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അത് മനുഷ്യനായാലും മൃഗമായാലും ഒരുപോലാണെന്ന് ഇപ്പം മനസ്സിലായി. നമ്മുടെ പപ്പിയുടെ കാര്യമാണ് പറഞ്ഞത്. 8-9 വയസ്സായിട്ട് ആ മുതുക്കിത്തള്ള കാണിക്കുന്നുണ്ടോ? പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ്. കുറേ നേരമായി അമ്മയും മോളും കൂടെ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ആ വിറക് കഷ്ണം എടുത്ത് അടുപ്പി വെക്കാനായിട്ട് ഞാൻ എടുത്തത്. എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കാണിക്കുന്ന വേലയാണ്. ഇവളുമേരെ മേയ്ക്കാനായിട്ട് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 15 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച സാധനം കേട്ടോ. ഇതിവിടുത്തെ പട്ടികൾക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന സാധനമാണ്. അതാണ്ട് മോക്ക് പിന്നെ ഇച്ചിരി പേടിയുണ്ട്. കണ്ടപ്പോഴേ എഴുന്നേറ്റ് പോയിട്ടുണ്ടേ. അമ്മച്ചിയുടെ കിടപ്പ് നോക്കിയാട്ട്. പണ്ടൊക്കെ ഞാനൊന്ന് വിരട്ടിയാൽ നിന്ന് പെടുക്കുന്നവളായിരുന്നു. കണ്ടോ, ഞാൻ ചൂരലെടുത്തപ്പോൾ പോലും അവൾക്കൊരു പേടിയില്ല. നമ്മുടെ മിക്കൂന് പണ്ടേ പേടിയുള്ളൊരു സാധനമാണ് വടി. വടി കണ്ടാൽ പിന്നെ അവൾ കൂട്ടിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. കണ്ടോ പേടിച്ചു കൊടുത്താൽ കൂട്ടിക്കയറാൻ ഓടുക. അല്ലെങ്കിൽ ആരുടെയെങ്കിലും കസേരയുടെ കീഴിൽ പോയി ഇപ്പം ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ലച്ചുവിനെ പിടിച്ചേക്കുവാണ് അടി കിട്ടാതിരിക്കാൻ. ഇനി ഇപ്പം അവിടെ കസേരയുടെ കീഴിൽ കയറി ഇരുന്നോളൂ. വടി കണ്ടാൽ പിന്നെ ആ 7 അയലത്ത് പിന്നെ മിക്കു അടുക്കത്തില്ല. പിങ്കു ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നത് പേടി കൊണ്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിൽ നീ വടി എങ്ങനെയെങ്കിലും കൈക്കലാക്കി കടിച്ചു പറിച്ച് കളയാൻ വേണ്ടിയിട്ട് നടക്കുക. അങ്ങനെ നമ്മളെ പട്ടിക്കുട്ടികളെല്ലാം കളിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടുജോലിയിലേക്ക് കടക്കാം. അപ്പം ഇന്നല്ല 2-3 ദിവസമായേ ഒരു 2 ചേമ്പും തണ്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നിനും തികയത്തില്ല. അത് കുഞ്ഞ് 2 ചേമ്പും തണ്ടായിരുന്നു. ആ ചേമ്പും തണ്ടൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായല്ലോ. എന്നാൽ പിന്നെ അങ്ങ് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ അമ്മ കടയിൽ പോകുന്നതിന് മുമ്പ് അതങ്ങ് അരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ CD മീൻ ഇന്നലെ കണ്ടിച്ച് വെച്ചില്ല. സാധാരണ ഞാൻ തലേന്നേ കണ്ടിച്ച് വെക്കുന്നതാണ്. അതെടുത്ത് വെള്ളത്തിൽ വിട്ടേപ്പുണ്ട്. അമ്മയാണെങ്കിൽ ആ തേങ്ങ പൊട്ടിച്ച് തേങ്ങാ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പൊട്ടിക്കുമ്പോൾ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയത് വെള്ളം കുടിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് കേട്ടോ. ഇഡലിയും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറും എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇഡലി ഉണ്ടാക്കുകയാണ്. എൻ്റെ ഇഡലി തട്ട് കുഞ്ഞ് ഇഡലിയാണ് കിട്ടുന്നത് കേട്ടോ. പുതിയ ഇഡലി കിട്ടുക. അങ്ങനെ ഇഡലിയും കോരി ഒഴിച്ചു, സാമ്പാറും ചൂടാക്കി എടുത്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഈ ചേമ്പും തണ്ടല്ല ചേനത്തണ്ട് കേട്ടോ. ഞാൻ ആദ്യം ചേമ്പും തണ്ടെന്നാണ് പറഞ്ഞത്. ചേനയുടെ തണ്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെ അരിഞ്ഞെടുക്കണമെങ്കിൽ എന്നെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ രാവിലെ അമ്മ പോകുന്നതിന് മുന്നേ അരിയിപ്പിച്ചെടുക്കുന്നത്. അതാണ് വടിയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ കുറച്ച് ഡീസൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. എവിടുന്ന് അത് പിങ്കു ഒരിക്കലും ഡീസൻ്റ് ആവത്തില്ല. ഇങ്ങനെയൊക്കെ കുത്തി അരിയണമെങ്കിൽ എന്നെയും കൊണ്ട് പാടാം. അതൊക്കെ അമ്മയും കൊണ്ടേ പറ്റത്തുള്ളൂ. ലച്ചു ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് അടുക്കളയിൽ ഒന്ന് റൗണ്ട് അടിച്ചേച്ച് പോയി കേട്ടോ. അപ്പം ഞാൻ അവളോട് കാല് പിടിച്ച് പറഞ്ഞത് എടിയോ ഇച്ചിരി തേങ്ങ തിരുമ്മിത്തരാൻ അവൾ കേട്ടില്ല. ഞാൻ പറഞ്ഞു പോയി ആഷ്മിയ ഉണത്ത് അത്രയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയി ആഷ്മിയെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു കേട്ടോ. തേങ്ങ ഞാൻ തന്നെ തിരുമി. ദേ നല്ല സോഫ്റ്റ് ഇഡലി റെഡി കേട്ടോ. ഇഡലി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. നല്ല കറിയൊക്കെ പഴകിയതല്ലേ, അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡലി. നമ്മുടെ റേഷൻ കടയിലെ പച്ചരിയും സാധാ കടയിലെ ഉഴുന്നുമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇച്ചിരി ഉലുവയും കൂടി ഇടും. ചേനപ്പിണ്ടി വേണ്ട അരിഞ്ഞു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് എടുത്തപ്പം ഒരിച്ചിരി ഉള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറൂടെ ഇട്ടങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിച്ചിരി കൂടെ കാണുമല്ലോ തേങ്ങയും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കിന്. അങ്ങനെ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല CD മീനൊക്കെ ഞാൻ കണ്ടിച്ചു. ഇന്ന് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. മീനൊക്കെ തേങ്ങ അരച്ച് കൂട്ടാൻ വെച്ചിട്ട് ഒത്തിരി ദിവസം ഇവിടെ മിക്ക ദിവസവും വറക്കും കേട്ടോ. ഈ കൂട്ടാൻ വെച്ചാൽ വേസ്റ്റ് ആവുന്നതുകൊണ്ട് കഴിക്കാൻ അങ്ങനെ ആരും ഇല്ലല്ലോ. അങ്ങനെ ഒരുപാട് മീൻ കൂട്ടാനൊന്നും കൂട്ടി എല്ലാവരും ഒന്നും കഴിക്കത്തില്ല. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് അതങ്ങ് CD മീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെല്ലാം ഞാൻ ഇന്ന് പെട്ടെന്ന് തീർത്ത പണികളാട്ടോ. ഏകദേശം ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കിനും എനിക്ക് ചേനപ്പിണ്ടിത്തോരനുമായി, ചോറുമായി, മീൻ കൂട്ടാനുമായി, ഇഡ്ഡലിയായി, സാമ്പാർ ഇന്നലത്തെയായിരുന്നേ. പിന്നെ ഏതാണ്ട് ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടേ. പിന്നെ ഞാൻ പെട്ടെന്ന് തോരൻ വെച്ച്. എന്താണെന്നറിയാം ഇന്ന് ഇത്ര ധൃതി പിടിച്ച് ജോലി ചെയ്യുന്നത്? നമ്മുടെ മിക്കുവിനെയും കുടുംബത്തിനെയും ഒന്ന് കുളിപ്പിച്ചിട്ട് 2 ആഴ്ചയായി. അതുകൊണ്ടാണ്.
അതുകൊണ്ട് ഇന്ന് അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ ജോലിയൊക്കെ അങ്ങ് തീർത്ത്. ചേനപ്പിണ്ടിത്തോരൻ വെക്കാനായിട്ട് ദാണ്ട ചട്ടി ചൂടാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി കടുക് ഇട്ടിട്ട് പിന്നെ നമ്മൾ വറ്റൽമുളകും ഇച്ചിരി കരിയാപ്പല ഇട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ചേനപ്പിണ്ടി ഇട്ടൊന്ന് വാട്ടിയിട്ട് ചെറുപയറും ഇട്ട് തേങ്ങായും ഇട്ട് വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഇച്ചിരി ഉപ്പ് ഒഴിച്ച് ആവിയിൽ ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചേനപ്പിണ്ടി തോരൻ വെച്ചത്. വീണ്ടും ചേനപ്പിണ്ടി ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ചേനപ്പിണ്ടി തോരൻ വെച്ച് വന്നപ്പോഴത്തേക്കിനും അത് പയറുതോരനായിട്ട് മാറി. ചേനപ്പിണ്ടിയുടെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. ചേനപ്പിണ്ടി ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. മൊത്തം പയറായിരുന്നു. പയർ ഇച്ചിരി തോനായിപ്പോയി. ഇത് ഇവിടം വരെ ഡബ് ചെയ്ത് ഞാനങ്ങ് നിർത്തി ഇന്നലെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു. ഞാൻ എങ്ങനെ ഡബ് ചെയ്യാനോ? എന്തോരം അനൗൺസ്മെൻറ്റാണ്. എനിക്കിവിടെ ഇരുന്ന് പെരക്കകത്തും ഇരുന്ന് പറ്റത്തില്ല, വെളിയിലിരുന്നും പറ്റത്തില്ല. അവസാനം ഞാൻ പുല്ല് കളഞ്ഞേച്ച് എൻ്റെ പാട്ടിന് ഞാൻ പോയി. അതാ ഇന്നലെ ഇതിടാൻ പറ്റാഞ്ഞത്. ഇത് ഇന്നലെ ഞാൻ എല്ലാം സെറ്റാക്കി ഇടണമെന്ന് വിചാരിച്ചത്. ഇപ്പോഴും അത് തന്നെ കേട്ടോ. ഇപ്പം ഡബ് ചെയ്യാനിരുന്നപ്പോഴും ഇത് തന്നെ അനൗൺസ്മെൻറ്റ്. ഇന്നും കൂടെ അല്ലേ ഉള്ളൂ. ഈ പാർട്ടിക്കാരുടെ ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ വരും, അടുത്ത ആൾ വരും. അങ്ങനെ 3 പേരും കൂടെ അതുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് 3 പേരും കൂടെ ഒരുമിച്ചാണ്. ചെവിയും തലയും കേൾക്കണ്ട. അതുകൊണ്ട് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. എന്തുവായാലും ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് ഞാൻ മിക്കുവിനെയും പിങ്കുവിനെയും ഒക്കെ കുളിപ്പിക്കാനായിട്ടങ്ങ് ഇരുന്ന് കേട്ടോ. ഞാൻ അവർക്ക് നല്ല ചെള്ളുണ്ടായിരുന്നേ. അപ്പം ചെള്ളിൻ്റെ സമയത്ത് ഞാൻ സ്പോട്ട് ഓൺ പുരട്ടെ കേട്ടോ. സ്പോട്ട് ഓൺ പുരട്ടി ഒരാഴ്ച കഴിഞ്ഞിട്ടേ അവരെ കുളിപ്പിക്കാൻ പാടുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞപ്പോൾ 2 ആഴ്ചയായി. എനിക്കൊരു ഇച്ചിരി മടികളുണ്ടായിരുന്നു. സാധാരണ ഞാൻ രാവിലെയാണ് വൈകുന്നേരമാണ് ഞാൻ അവരെ കുളിപ്പിക്കുന്നത്. പെട്ടെന്ന് ഉണങ്ങിക്കൊള്ളും. ഇപ്പം പിന്നെ വൈകുന്നേരം ഒരു ഇച്ചിരി മഞ്ഞും നല്ല തണുപ്പൊക്കെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പകലങ്ങ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഉച്ചയാകുമ്പോൾ നല്ല വെയിലും ഉണ്ടല്ലോ. അങ്ങനെ തന്നെ ആഷ്മി ഞാൻ കാപ്പിയൊക്കെ കുടിച്ച ചവ കേട്ടോ. അപ്പം കാപ്പി കുടിക്കുന്ന ടൈം ആയതുള്ളൂ. അപ്പോൾ ആഷ്മി കാപ്പി കുടിക്കുകയാണേ. അപ്പം വന്നിരിക്കുന്നത് ലച്ചുവിന് 2 ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവർക്ക് സ്കൂളുള്ള ദിവസം തന്നെയാണിത്. പക്ഷേ ഇവർ സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. മുണ്ടനീരായതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. 2 മാസയ്ക്ക് മുന്നേ H1N1 പനിയായിട്ടായിരുന്നു അടച്ചിട്ടിരുന്നത്. ഇപ്പം എന്താണ്ട് മുണ്ടുനീരുമായിട്ട് കുറച്ച് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. എന്തോം പറയാനാന്ന് പറഞ്ഞാൽ ഇത് സ്കൂളിൽ പടർന്നിട്ടും 1-2 ദിവസം അവർ മാസ്കൊക്കെ ഇട്ടുകൊണ്ട് ക്ലാസ് നടത്തി കേട്ടോ. പക്ഷേ ഹെൽത്തുകാരൻ കണ്ട് വന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടച്ചിട്ടേക്കാണ്. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ ഡാൻസ് പഠിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി സിപ്പപ്പൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തേ. അപ്പം ആഷ്മിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആഷ്മി എവിടെ ഉണ്ട്. ആഷ്മിക്ക് 2 സിപ്പപ്പ്, ഇവർക്ക് 3 പേർക്ക് ഓരോ സിപ്പപ്പ്. ആഷ്മിക്ക് 2 സിപ്പപ്പ് എന്തിനാണെന്നറിയാമോ? രാവിലെ എനിക്ക് കുറച്ച് പാത്രം മഴക്കി തന്നു കേട്ടോ. അതിന് കൈക്കൂലിയായിട്ട് 1 സിപ്പപ്പ് അധികം. അതുകൊണ്ട് TV കാണാൻ പോയിട്ടുണ്ട്. അകത്തെവിടെ പോയിരുന്ന് TV കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച സുഖമല്ലേ, പഠിത്തം വേണ്ട, ഒന്നും വേണ്ട, കളിച്ച് ചിരിച്ചൊക്കെ നടന്നാൽ മതിയല്ലോ. പിന്നെ അതാണ്ട വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചു വരുത്തിയത് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. കൈക്കൂലിക്കാരി. അവനവൻ്റെ വീട്ടിൽ ജോലി ചെയ്തതിന് കൈക്കൂലി വേണം പോലും. 2-3 ദിവസം കൊണ്ട് എനിക്ക് പാത്രമൊക്കെ കഴുകി തരുന്നുണ്ട്. എന്തുവായി പാത്രം മഴിക്കാനല്ല, എന്ത് ചെയ്താലും ഈ ആഷ്മിക്ക് കൈക്കൂലി വേണമെന്ന്. എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ വന്ന് ജോലി അങ്ങ് ചെയ്തും ജോലി ചെയ്തിട്ട് പറയാം ഞാൻ ഇന്ന ജോലി ചെയ്തില്ലേ എനിക്ക് ഇന്നത് മേടിച്ചു തരാൻ. നമ്മളാരായി കണ്ടോ ഇവിടെ എനിക്ക് എങ്ങനെ പണി തരാമെന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന 3-4 സാധനങ്ങൾ. ഞാൻ കുളിപ്പിച്ച് കൂട് നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ട് കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി അങ്ങോട്ട് കിടത്തി ചോറും കൊടുത്തിച്ച് ചോറും ഉണ്ടേ ചവടങ്ങാണം മൂലയിലെങ്ങാണം പോയി കിടന്ന് ഉറങ്ങുന്നെന്നും പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞതാട്ടോ. ലച്ചുവിൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ ഉണ്ടാക്കിയ ബഹളമാണ്. ആ ചോറ് ആ മീനും ചോറും അല്ലേ ആ കൂട്ടിനകത്ത് മൊത്തവും നേരത്തെ പറിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തൂക്കത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞു. എന്തുവാ ഇത് കുഞ്ഞുകളിയാണോ? എപ്പോഴും എനിക്ക് ഇവരെ പുറകെ നടന്നാൽ മതിയോ? എന്തുവാ എന്നെ കൊണ്ട് ഇങ്ങനെ അങ്ങ് ജോലി എടുപ്പിക്കാൻ? ഒരു കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ചോറൊന്ന് ഞാനൊരു മൂലയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതെങ്ങനെ തട്ടിമറിച്ചിടുന്നുണ്ട്? തട്ടിമറിച്ചിട്ടിട്ട് ആ പിങ്കുവിൻ്റെ ഇരിപ്പ് നോക്കിയാട്ടോ. ആ പിങ്കുവാ തട്ടിമറിച്ചിട്ടെന്ന് എനിക്കറിയാം. പപ്പിക്ക് വയസ്സായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ ചാട്ടവും ബഹളമൊന്നുമില്ല. ആരെങ്കിലും കണ്ടാൽ വലിയ ചാട്ടവും ബഹളമൊന്നും പപ്പിക്കില്ല കേട്ടോ. അതിനും കൂടെ തീരും പിങ്കു. ചെറുപ്പത്തിൻ്റെ ആ ഒരു ആവേശം ആരെങ്കിലും വന്നാൽ പിന്നെ കൂലോ കിളക്കുന്ന രീതിയിലാണ്. എന്തോ പറയാനാന്ന് പറ. അവിടെ കിടക്കട്ടെ, എന്നെ കൊണ്ടൊന്നും വയ്യ. ഇനി വൈകുന്നേരം കാണും ആട്ടെ. ഇവർക്ക് ഡിസംബർ 18 മറ്റോ ആനുവൽ ഡേ കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി പ്രാക്ടീസിന് വലിയ സമയമില്ല. 10 പേരോ മറ്റോ ഉണ്ട്. അപ്പം ദൂരെയുള്ള പിള്ളേരാട്ടോ. അപ്പം ദൂരെയുള്ളവർക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തടുത്ത് 2-3 പിള്ളേരും ഒക്കെ ആയിട്ടും കൂടും. അപ്പോൾ ഇവിടെ അടുത്തുള്ള 2 കുട്ടികളാണ് ഇവിടെ വന്ന് ഇവരെല്ലാം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ലേ ഉള്ളൂ. ആനുവൽ ഡേ ഒക്കെ അല്ലേ, നല്ലോണം കളിക്കുകയും വേണം. ലാഷ്മിക്കും ഉണ്ട് പ്രാക്ടീസൊക്കെ. എന്തായാലും അത് ഞാൻ സ്കൂൾ പറഞ്ഞിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റന്നാൾ കാണാം.